അപ്പോൾ ജിഞ്ചർ ഗാർലിക് കിച്ചന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമന്റ് എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിന്റെ അകത്തൊരു കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് പപ്പായയും ക്യാരറ്റും ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് അതൊന്ന് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ക്യാരറ്റ് 3 എടുത്തിട്ടുണ്ട്. ക്യാരറ്റിനേക്കാളും കുറഞ്ഞ അളവിലാണ് നമ്മൾ പപ്പായ ഇതിനു വേണ്ടി എടുക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനതിനൊന്ന് കട്ട് ചെയ്യട്ടെ. രണ്ട് സൈഡും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ക്യാരറ്റും പപ്പായയും കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതുവരെയും ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതിലൂടെ നമുക്ക് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ആവശ്യത്തിന് ഇത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പം ഞാൻ നമ്മുടെ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റും പപ്പായയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പപ്പായയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് അത്യാവശ്യം മധുരം വേണം. ഇപ്പോൾ ഞാനൊരു 4-5 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫ്രോസൺ പാലാണ് ഒഴിക്കേണ്ടത്, ഒരു സെമി ഫ്രോസൺ ആണ് ഒഴിക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാകാൻ വേണ്ടിയിട്ട് വാനില ഐസ്ക്രീമും കൂടെ ഇടുവാണേ. ഐസ്ക്രീം ഓപ്ഷനിലാണ്. ഓക്കെ, ഒരു 3 വലിയ ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പീസൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ഫ്രോസൺ പാലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രീമി ഇതായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ നമ്മളിതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുത്താലും മതി.
അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പറായിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.